ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. നിങ്ങളെല്ലാവരും എന്താണെങ്കിലും വീട്ടിലേക്ക് പോയിക്കൊള്ളാനും മോളെ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ കണ്ടെത്തി തരാമെന്നും CI പറയുകയാണ്. എന്നാൽ മീര പറയുകയാണ്, ഞാൻ എന്താണെങ്കിലും എൻ്റെ കുഞ്ഞിനെ കിട്ടാതെ ഇവിടെ നിന്ന് പോകില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. അതേസമയം ഒരു കോൺസ്റ്റബിൾ ചെന്ന് അനൂപിനോട് പറയുകയാണ്, താൻ ഇവിടെ ഇതിൻ്റെ അകത്ത് സുഖിച്ചു നിന്നു, അവിടെ തൻ്റെ ഭാര്യയും തൻ്റെ സഹോദരിയും അമ്മയും ഒക്കെ വന്ന് പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുക, തൻ്റെ മോളെ കാണാനില്ലെന്ന് അവർ പറഞ്ഞത്. ഇത് കേൾക്കുന്ന അനൂപ് ഞെട്ടലോടെ നിൽക്കുകയാണ്. എന്ത്, എൻ്റെ മോളെ കാണാനില്ലെന്നോ? സാർ ദയവേത് എന്നെ അവരുടെ അടുത്തേക്കൊന്ന് പോകാൻ അനുവദിക്കണമെന്ന് അനൂപ് പറയുമ്പോൾ അതൊന്നും പറ്റില്ലെന്ന് പറയുകയാണ് ആ കോൺസ്റ്റബിള്. എങ്കിൽ സാർ അവരോട് ഇങ്ങോട്ടാണെങ്കിലും ഒന്ന് വരാൻ പറഞ്ഞാൽ മതിയെന്ന് അനൂപ് പറയുമ്പോൾ ഒന്നും മിണ്ടാതെ അയാൾ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് സച്ചി അർച്ചനയെ നെല്ലിശ്ശേരിയിൽ കൊണ്ടുവിട്ടിട്ട് പോകുന്നതാണ്. തുടർന്ന് ആതിര അർച്ചനയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ആവണിമോളെ എങ്ങനെയും എത്രയും പെട്ടെന്ന് ഇതിൽ നിന്നൊക്കെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് ആതിര. തുടർന്ന് അർച്ചനയും ആതിരയെ സമാധാനിപ്പിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. അർച്ചനയെ കൊണ്ടുവിട്ടതിന് ശേഷം സച്ചി സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു. അതേസമയം അനൂപിനെ കൊണ്ടൊരു കോൺസ്റ്റബിള് അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അനൂപേട്ട, നമ്മുടെ ആവണിമോളെന്ന് പറഞ്ഞുകൊണ്ട് മീര ഓടിച്ചെന്ന് അനൂപിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ്. തുടർന്ന് അനൂപ് പറയുകയാണ്, ആ ചെങ്കൽമധു തന്നെയായിരിക്കും അല്ലേ സച്ചി ഇതിൻ്റെയും പിന്നില്? എൻ്റെ മോൾക്ക് ഒന്നും സംഭവിക്കാതെ തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നെന്ന് പറഞ്ഞ് വിഷമത്തോടെ നിൽക്കുകയാണ് അനൂപ്. അതേസമയം തന്നെ CI അവരുടെ അടുത്തേക്ക് വരുന്നു. അവരെയൊന്നും വെറുതെ വിടരുതെന്നും എല്ലാത്തിനെയും കൊന്നുകളയണമെന്നും കമല പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത്ര നിസ്സാരക്കാരല്ല അവരെന്നും, അയാൾക്കെതിരെ നിന്നതിന് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ ഒരാളുടെ കൈയാണ് അയാൾ വെട്ടിയത്, ഇപ്പോഴും ഒരു കൈയായിട്ടാണ് അയാൾ ജീവിക്കുന്നത്. ഇതൊന്നും നിങ്ങളെ പേടിപ്പിക്കാൻ പറഞ്ഞതല്ല, എന്താണെങ്കിലും ഞങ്ങളുടെ ഫോഴ്സ് അവൻ്റെ പിന്നാലെ തന്നെയുണ്ട്, എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ കണ്ടെത്താൻ സാധിക്കുമെന്നും CI പറയുന്നു. അനൂപേട്ടൻ എന്താണെങ്കിലും ധൈര്യമായിട്ടിരിക്കെ, ആവണിമോളെ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുമെന്ന് സച്ചി പറയുന്നു. അങ്ങനെ അനൂപിനെയും കൊണ്ട് കോൺസ്റ്റബിള് സെല്ലിൻ്റെ അകത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ചെങ്കൽമധുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് അവന്തിക. അല്ല, അനൂപിൻ്റെ മകൾ ആവണിയെ നിങ്ങൾ തട്ടിക്കൊണ്ടുപോയെന്ന് കേട്ടു, ശരിയാണോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ഇതെല്ലാം കാതോർത്ത് കിടക്കുകയാണ് നന്ദൻ. അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ലെന്നും നിങ്ങൾ ആരാണെന്നും മധു ചോദിക്കുമ്പോൾ അവന്തിക പറയുകയാണ്, അതൊന്നും ഇപ്പം നിങ്ങൾ അറിയണ്ട, തൽക്കാലം നിങ്ങളുടെ ഒരു നല്ല സുഹൃത്താണെന്ന് മാത്രം കരുതിയാൽ മതി. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഇനി നിങ്ങൾക്കൊരിക്കലും അനൂപിനെ കിട്ടാനേ പോകുന്നില്ല. അനൂപിനെ കിട്ടണമെങ്കിലേ ഒരൊറ്റൊരു വഴിയേ ഉള്ളൂ, കുട്ടിയെ പിടിച്ചുകൊണ്ട് പോയാലൊന്നും നിങ്ങൾക്ക് അനൂപിനെ കിട്ടാനേ പോകുന്നില്ല. അതിനുള്ളൊരു വഴിയേ അർച്ചന മാത്രമാ. അവളെ പൂട്ടിയാലേ അനൂപ് താനേ വന്നോളും. വലിയ ബുദ്ധിമാനായ ഗുണ്ടയായിട്ട് പോലും നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ എന്ന് അവന്തിക ചോദിക്കുന്നു. അത് എനിക്കറിയാത്ത കാര്യമൊന്നുമല്ല, അതിനുവേണ്ടി തന്നെയാ ഞാൻ ആ കൊച്ചിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് മധു പറയുന്നു. അർച്ചനെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല, അവള് നിങ്ങളുടെ എല്ലാ തന്ത്രങ്ങളും പൊളിച്ചിരിക്കും. ആ കുടുംബത്തിലെ ഒറ്റ എണ്ണത്തിന് പോലും ഞാൻ വെറുതെ വിടില്ല, എല്ലാത്തിനെയും ഞാൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ കോള് കട്ട് ചെയ്യുകയാണ് മധു. ഇതെല്ലാം കേട്ട് അവന്തിക സന്തോഷത്തോടെ നിൽക്കുമ്പോൾ അവന്തികയുടെ സാരിയിൽ പിടിച്ച് ബലമായി താഴേക്ക് വലിക്കുകയാണ് നന്ദൻ. തുടർന്ന് അവന്തിക പറയുകയാണ്, ആഹാ, നിങ്ങളപ്പോൾ എല്ലാം കേട്ടുകൊണ്ട് കിടക്കുകയായിരുന്നു. തുടർന്ന് നന്ദൻ എന്തോ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അവന്തിക പറയുകയാണ്, ആഹാ, അപ്പോൾ നിങ്ങൾ സംസാരിക്കാനും ആയി വരുന്നുണ്ടല്ലേ, ഞാൻ നിങ്ങൾക്ക് സ്ലോ പോയിസൺ തന്ന് കൊല്ലാൻ പോവുകയാണ്. എന്താ, താനെല്ലാം വിളിച്ചു പറയാൻ പോവുകയാണെങ്കിൽ എന്നാ താൻ ചത്തോ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദന്റെ കഴുത്തിൽ പിടിമുറുക്കുകയാണ് അവന്തിക. പെട്ടെന്ന് തന്നെ നന്ദൻ തൻ്റെ കൈകൊണ്ട് അവന്തികയെ തട്ടി മാറ്റുകയാണ്. അതേസമയം ഒരു ബുർക്ക ധരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് സന്ധ്യ കയറി ചെല്ലുന്നു. താനെ ചാകുന്നത് തന്നെയാ നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവന്തിക നന്ദന്റെ മുഖമടക്കി ഒന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം നന്ദന്റെ കഴുത്തിൽ അവന്തിക കുത്തിപ്പിടിക്കുമ്പോൾ ഒരു തുണിയുമായി അങ്ങോട്ടേക്ക് ചെന്ന് അവന്തികയുടെ മുഖമടക്കം മൂടുകയാണ് സന്ധ്യ. നല്ല ഭാര്യ ചമഞ്ഞ് നീ എല്ലാവരെയും പറ്റിക്കാൻ നോക്കുകയായിരുന്നു അല്ലേ, ഇനി എങ്ങാനും നന്ദന്റെ ദേഹത്ത് നീ കാരണം ഒരു പോറലെങ്ങാനും വീണാലുണ്ടല്ലോ, നിന്റെ ശവമായിരിക്കും പിന്നെ പൊങ്ങാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവന്തികയെ പിടിച്ച് തള്ളിയിട്ടതിന് ശേഷം സന്ധ്യ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. പിന്നീട് കാണിക്കുന്നത് അവന്തിക സന്ധ്യ തിരക്കി പുറത്തേക്ക് ഇറങ്ങി വരുന്നതാണ്. അതേസമയം അർച്ചന മധുവിനോട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു. നിന്റെ ആവണിമോളെ നിനക്ക് ജീവനോടെ വേണമെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വരാനായി മധു പറയുമ്പോൾ ആവണിമോൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ എനിക്കൊരു മടിയുമില്ലെന്ന് അർച്ചനയും പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.